ഒരേ രീതിയിൽ ഓട്സ് കഴിച്ച് മടുത്തു എനിക്ക്. അപ്പം എന്നാൽ ഓട്സ് ഒന്ന് മാറ്റി പിടിച്ചൊരു ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കാം. നമ്മുടെ സാധാരണ മുട്ട പൊരിക്കുമ്പോൾ അതേ സംഭവങ്ങൾ എക്സ്ട്രാ ആയിട്ടൊരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കുറച്ച് ഉണക്കമുളക്, നമ്മുടെ ക്രഷ്ഡ് ചില്ലി മാത്രമേ ഉള്ളൂ. അപ്പോൾ സവോളയും ക്യാരറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഇതൊക്കെ കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു, കുറച്ച് ക്രഷ്ഡ് പെപ്പറും ചില്ലിയും ചേർത്തു, ഒരു 1/4 സ്പൂൺ ഉപ്പും ചേർത്ത്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഓട്സും ചേർത്ത് നന്നായിട്ട് മിക്സ്. അതിനുശേഷം നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കി, നമ്മൾ സാധാരണ മുട്ട പൊരിക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ പാൻ ഒരു അല്പം എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടുള്ള പാനിലേക്ക് ഈ സംഭവം നേരെ അങ്ങോട്ട് എടുത്ത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് പരത്തി നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ല അട പോലെ അല്ലെങ്കിൽ നല്ല ഗോതമ്പ് ദോശ പോലെ വരും. പക്ഷേ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ട, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഓട്സ് ഉണ്ടെന്ന് ഓർത്ത് നമ്മൾ കഷ്ടപ്പെട്ട് കഴിക്കേണ്ട, വളരെ യമ്മി ആയിട്ട് നമുക്ക് കഴിക്കാം. മുട്ടയുടെ ഓവർ ടേസ്റ്റും ഇല്ല, ഓട്സിൻ്റെ ഓവർ ടേസ്റ്റും ഇല്ല, നല്ല അടിപൊളി ഒരു കിഡിലൻ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കൂടെ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത്